എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് വല്ലതും കിട്ടിയോ? എവിടെ? നമ്മളിങ്ങനെ ആലോചിച്ച് സമയം കളയത്തേ ഉള്ളൂ. അല്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. ഈ സമയം കൊണ്ട് അവൻ അവളെ വളച്ചെടുക്കും. അങ്ങനെ എന്തായാലും സംഭവിക്കൂല. ഇന്നലെ നീ കണ്ടതാണ് അവൻ്റെ പെർഫോമൻസ് ഒക്കെ. അവസാനം നമ്മൾ ശശിയാവും. ഈ ശശിയാവുന്ന നമ്മളെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ലോ. സ്വാഭാവികം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മീരെ കാണാനില്ലല്ലോ. അതിപ്പോൾ രാകേഷിനെ കാണാനില്ലല്ലോ. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി വല്ലയിടത്തും കറങ്ങാൻ പോയതായിരിക്കും. ഇനി ഒരുമാതിരി അനാവശ്യം പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സ് വിഷമിപ്പിക്കില്ലേ? അല്ല, ഞാനൊരു ലോക സത്യം പറഞ്ഞതാ. അവൻ്റെ കുഞ്ഞമ്മേരെ ലോക സത്യം. അല്ലെങ്കിൽ നീ തന്നെ പറ, രണ്ടുപേരും എന്താ എത്ര നേരമായിട്ട് വരാത്തത്? വണ്ടി പഞ്ചറായി കാണും. രണ്ടുപേരും ഒരുമിച്ചോ? അതേ ആയിക്കൂടി. ആവും. രണ്ടുപേരും കൂടി ഒരു വണ്ടിക്കാണ് വരുന്നുണ്ടെങ്കിൽ ആവും. മൂടുപോയി. നീ ഒരു കാര്യം അവനെ വിളി. ഒരച്ചോണ്ടിരിക്കുന്നത് വിളിയടാ. കട്ടി ശരിയല്ല. നീ ഒന്നുകൂടി വിളി. വാ കട്ട് ചെയ്തടാ. അതല്ലല്ലോ ഞാൻ പറഞ്ഞു വരാം. അല്ല നാളത്തെ പരിപാടി ഒരു കോഫി പ്ലീസ്. അങ്ങനെ എന്തെങ്കിലും. രാകേഷ്, നീ എത്ര എൻ്റെ പുറകെ അടിച്ചൊരു കാര്യമില്ല കേട്ടോ. അങ്ങനെ പറയില്ല മീര പ്ലീസ്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? മനുഷ്യന്മാരെ കുറച്ച് നാണോ മനക്ക് വേണം. അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. എന്നിട്ടാണോ അങ്ങനെ? രാകേഷ്, എനിക്ക് പറഞ്ഞ് മടുത്തു. മീര പറയേണ്ടത് മീരയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് ചെയ്യണോ വേണ്ടെന്നുള്ള ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ദുൽഖർ പറഞ്ഞ മാതിരി എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണല്ലോ. അവസാനം സ്വന്തം തീരുമാനം കാരണേ ഒരു വഴിയാവാതിരുന്നാൽ മതി. മീര എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ തീരുമാനത്തിൽ ഒരു തെറ്റും പറ്റില്ല മീര. ക്രിഞ്ച അതെന്ത് സാധനം? ആരത്? ഓ നാശം. കണ്ട ഞാൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എടാ അവരിപ്പോൾ ഒന്നിച്ച് വന്നെന്നും പറഞ്ഞിപ്പോൾ എന്താണ് കുഴപ്പം? എടാ ഓഫീസിൽ എന്താ ലേറ്റ് ആയി വന്നു ചോദിക്കാലോ. അത് ചോദിക്കാം. ചോദിക്കി. ആര് ഞാനാ? വേറെ പണിയില്ലല്ലോ. എടാ ഒന്നാമത് അവൾ വർക്കിംഗ് വുമണാണ്. ഒരു ഓഫീസിൽ വെച്ചിട്ട് നമ്മൾ അവളെ മെന്റലി ഹറാസ് ചെയ്തത് നാളെ ഒരു പരാതി എടുത്ത് എൻ്റെ അടപ്പേ തെറിക്കുള്ളൂ. എടാ നിനക്ക് പേടിയാണേ, വാ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. പിന്നെ അതിനെ കിട്ടുന്നില്ല. നീ ഒന്ന് വന്നേടാ. മീര അപ്പോൾ തീരുമാനത്തിലൊരു മാറ്റമൊന്നുമില്ല അല്ലേ? എന്തൊരു കഷ്ടമാണ് രാകേഷ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ഓ അപ്പം ഞാനും ശല്യാന്നാണല്ലോ പറഞ്ഞിരുന്നത്. സംശയം എന്താ? ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. മതി, ഇനിയൊന്നും പറയണ്ട. ഇത്രയും കാലം ഞാൻ മീരനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എനിക്ക് വയറ് നിറച്ചും കിട്ടി. ഞാൻ പോവാ. പൊക്കോ, എനിക്കിവിടെ 100ഓളം പണിയുണ്ട്. എന്താണ് ഇവിടെ ഒരു കലാപരിപാടി? എന്ത് കലാപരിപാടി? മീരെന്താ താമസിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫയൽ എടുക്കാൻ മറന്നു. അപ്പോൾ അതെടുക്കാൻ തിരിച്ചു പോയപ്പോൾ ഇത്തിരി വൈകിപ്പോയി. ഇയാളെന്താണോ താമസിച്ചത്? ഞാൻ എന്താ നീയാണോ ഫയലെടുക്കാൻ കൂടെ ഒന്നിച്ചാണോ വന്നത്? അല്ല, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. അപ്പോൾ ഇയാളെവിടെയായിരുന്നു അത്രയും നേരം? ഞാൻ തമിഴ്നാട്ടിലെ കുറച്ച് വണ്ടികൾ പോകണ്ടേ, അതിൻ്റെ എണ്ണ എടുക്കുകയായിരുന്നു. അതെന്താ തമിഴ്നാട്ടിൽ നിന്റെ അമ്മായിപ്പം വരുന്നുണ്ടോ? അതെ വരുന്നുണ്ട്. 2 കൊല്ലം പഴം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ വേണോ? അത് വാങ്ങിച്ച് നിന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റിയാൽ മതി. മീര, താൻ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണം. താൻ ഒരു ഇന്റേൺ ആണ്, അറിയാലോ. കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുമൊക്കെ ചെയ്യണം. എന്നും താമസിച്ച് വരിക, അതിനെന്തെങ്കിലും കാരണം പറയാം. എന്നും താമസിച്ച് വരിക, എന്തെങ്കിലും ഒരു കാരണം പറയാം. ഇതൊന്നും ഇനി എപ്പോഴും നടക്കില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇവിടെ മാത്രമല്ല, നാളെ ഭാവിയിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി ബാധിക്കില്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഒന്നിങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ? എന്നാ എൻ്റെ അടുത്ത് മാത്രമല്ല, തന്റെ കൂട്ടുകാരുടെ അടുത്തും പറയണം. എത്രയാന്ന് വെച്ചിട്ട് സഹിക്കാം. ഞാൻ പറയും, ഇയാൾ കുറെ നാളെ എന്റെ പുറകെ എങ്ങനെ നടക്കുന്നു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാത്ത. ഇനി ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. ഒറ്റക്കൊരു പെൺകുട്ടി വർക്ക് ചെയ്യുമ്പോൾ അതിൽ എല്ലാവരും കൂടി സഹായിക്കണം. അത് എനിക്കിവിടെ കിട്ടുന്നില്ല. പോട്ടെ, എനിക്ക് വിഷമം മനസ്സിലാവുന്നുണ്ട്. മീരയ്ക്ക് ഇത് ആദ്യം എന്നോട് പറയാറുമല്ലോ. ഞാൻ അപ്പം തന്നെ ശരിയാക്കില്ലായിരുന്നു എന്റെ കാര്യം. ഒന്നും പറയണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഹെഡ് ഓഫീസിൽ എന്നെ പറ്റി ഒരു കംപ്ലൈന്റ് ചെയ്യും. എനിക്കിവിടെ നടക്കുന്ന എല്ലാം പറയേണ്ടി വരും. അയ്യോ അങ്ങനെ ഒന്നുമില്ല. കൂൾ മീര, കൂൾ. ബുദ്ധിമുട്ടാവും. എന്താ രാകേഷിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മറ്റാരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ശല്യം ഉണ്ടാവരുത്. ഇല്ല, ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ജോലി ചെയ്തു. നോ പ്രോബ്ലം. മീര ഒരു കാര്യം പണിയെടുത്തു. ഞങ്ങളൊരു ചായയൊക്കെ കൊടുത്ത് 2 കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. പുതിയ ടീഷർട്ടാ. നിങ്ങളിത് എന്നെങ്ങനെ നോക്കുന്നത്? ഇനി മേലെ മീരയുടെ പുറകെ നടന്നറിഞ്ഞാലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നടക്കുന്നോ? അവർക്ക് അതിന്റെ പേരിൽ നമ്മളോട് പരാതിയൊന്നുമില്ലല്ലോ. എടാ കോഴിത്തരം കാണിക്കാം, അതിനൊരു മാന്യത വേണം. മാന്യത വെറുപ്പിക്കാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. നടക്കൂല.
എടാ ഒരു ജോലി സ്ഥലത്ത് സ്ത്രീ സഹപ്രവർത്തകരോട് അപമര്യാദയെ പെരുമാറിയുള്ള ആഘാതം നീ തിരിച്ചറിയണം. അവൾ ഇത്ര അങ്ങനെ പരാതി കൊടുക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പരാതി നീ വെറുപ്പിച്ച് കൊടുപ്പിക്കരുത്. മീര പരാതി എങ്ങാനും കൊടുത്താ പിന്നെ ഞങ്ങൾ കൂടി മൊഴി കൊടുക്കും. ഞങ്ങൾ അങ്ങ് ഊരിപ്പോവും, നീ പെടും. എടാ ചതിയന്മാരെ, എന്ത് ചതിയന്മാരെ? ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയല്ലേ? എടാ അനുഭവിക്കണം. അനുഭവിച്ചോ, നന്നായി അനുഭവിച്ചോ. നീ വാടാ. വേണ്ടായിരുന്നു. ഇനി വേറെന്താ വഴി നോക്കാം.